സ്മൃതി, ഈ വിഷയത്തിൽ എനിക്ക് രണ്ട് വിഷയങ്ങളെ ഞാനിതിൽ കാണുന്നുണ്ട്. ഒന്ന്, ഇന്നിപ്പോൾ കൊടിയുടെ കാര്യം സ്മൃതി നേരത്തെ സൂചിപ്പിച്ചു. അത് ഏതെങ്കിലും സങ്കുചിതമായൊരു രാഷ്ട്രീയ അഭിപ്രായമായി ഞാനതിനെ കണക്കാക്കുന്നില്ല. അത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭീതിതമായൊരു ജനാധിപത്യ അവസ്ഥയുടെ പ്രതീകം കൂടിയാണ്. രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് തങ്ങളുടെ കൊടി താഴെ വയ്ക്കേണ്ടി വരുന്ന ഒരു പ്രചരണത്തിൻ്റെ ഘട്ടമാണ് നമ്മൾ ഇന്ന് വയനാട്ടിൽ കണ്ടത്. അതെന്തുകൊണ്ടാണ്? തങ്ങൾക്കൊപ്പമുള്ളൊരു ന്യൂനപക്ഷ സമുദായത്തെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ കൊടി ഉയർത്തിയാൽ അത് തൊട്ടപ്പുറത്തുള്ള പാകിസ്ഥാൻ്റെ കൊടിയാകുമോ എന്ന് മറ്റുള്ളവർ പ്രചരണം നടത്തി തങ്ങളെ നേരിടും എന്നുള്ളൊരു ഭയം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇതാണ് ഈ ഭൂരിപക്ഷ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ നടത്തുന്ന ഏറ്റവും വലിയ അധിനിവേശം എന്ന് പറയുന്നത്. നോക്കൂ, നിരായുധരാക്കി കഴിഞ്ഞു. നമ്മുടെ കൊടി താഴെ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച കൊടി അവരുടെ സ്വത്വത്തിൻ്റെ, അവരുടെ ആശയത്തിൻ്റെ, അവരുടെ രാഷ്ട്രീയമായ നിലപാടിൻ്റെ പ്രതീകമാണ്. ആ കൊടി അവരെ കൊണ്ട് താഴെ വെപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ മറിച്ച് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, തെറ്റായ പ്രചരണങ്ങൾക്ക് വഴിയൊരുക്കുന്നതിനെ തടയുകയല്ലേ ചെയ്തത്? പക്ഷേ രാഷ്ട്രീയമായി സിമ്പലായി നമ്മളതിനെക്കുറിച്ച്, ഒരു കൊടിയെക്കുറിച്ച് പറയുന്നത് ആ പാർട്ടിയുടെ പ്രതീകമാണ്. ആ പ്രതീകം ഒരു പാർട്ടിയുടെ ആത്മാഭിമാനമാണ്. ആ ആത്മാഭിമാനത്തെ നേരിടാൻ കഴിയണം. ആ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ആ കൊടി ഉയർത്താൻ കഴിയുക എന്ന് പറയുന്നത് ആ പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഞാനതിനെ കാണുന്നത് സങ്കുചിതമായ ഒരു അർത്ഥത്തിലല്ല, പകരം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, ജനാധിപത്യത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്യന്തം ഭീതിതമായ ഒരു ഫാസിസ്റ്റ് ദശാസന്ധിയുടെ തുടക്കത്തിലാണ്. അതും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെ അത് പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ, ഏത് കൊയേഴ്സീവായ മർദ്ദന സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ, ഭൗതിക ബലപ്രയോഗമില്ലാതെ പൂർണ്ണമായും പ്രതിപക്ഷത്തെ നിരായുധരാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർക്കെതിരെയുള്ള പ്രചരണമാണെന്ന് തിരിച്ചറിയുന്ന ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് പ്രതിപക്ഷത്തെ അവരുടെ കൊടി താഴെ വെപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഭീതിതമായ മുഖമാണ്. ഇതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തത്, ഇനി രാഹുൽ ഗാന്ധിയുടെ തരംഗം ആവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടി തരംഗം ആവർത്തിക്കില്ല എന്നതാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്? നമ്മൾ അമേഠിയിലേക്കൊന്ന് പോയി വരാം. അമേഠിയിൽ 2004 രാഹുൽ ഗാന്ധി മത്സരിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഇൻ മേക്കിംഗ് ആയിരുന്നു. കാരണം അന്ന് തീർച്ചയായും സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ളൊരു ധാരണ പിന്നീട് മൻമോഹൻ സിംഗിലേക്ക് അത് നിൽക്കുന്നു. അന്ന് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പിച്ചവെച്ചിറങ്ങുന്നു. അന്ന് 66% വോട്ടാണ് അമേഠിയിൽ രാഹുൽ ഗാന്ധി നേടുന്നത്, പ്രൈം മിനിസ്റ്റർ ഇൻ മേക്കിംഗ്. എന്നാൽ തൊട്ടടുത്ത വർഷം ഒരു തുടർഭരണം ഉണ്ടാകുമ്പോൾ എല്ലാവരുടെ കണ്ണുകളും രാഹുൽ ഗാന്ധിയിലായിരുന്നു. അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ കാണിക്കുമോ, സോണിയാഗാന്ധിയെ കാണിക്കുമോ? വീണ്ടും ചർച്ച വരുന്നു. പ്രൈം മിനിസ്റ്റർ ഇൻ മേക്കിങ്ങിൽ നിന്ന് പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആവുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ നോക്കൂ, 71% അമേഠിയിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭാവി പ്രധാനമന്ത്രിയുടെ വോട്ട് ഷെയർ 71% അമേഠിയിലെ വോട്ടർമാർ അന്ന് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. ഭാവി പ്രധാനമന്ത്രിയെ കണ്ടു രാഹുൽ ഗാന്ധിയിൽ. എന്നാൽ തൊട്ടടുത്ത വർഷം വീണ്ടും 2019 ആകുമ്പോഴേക്കും അതേ വോട്ടർമാർ സ്മൃതി ഇറാനിയെ 50 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് അയക്കുന്നതും പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിങ്ങിന് അമേഠിയിൽ സ്ഥാനം നഷ്ടപ്പെടുന്നതുമാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ അമേഠിയും വയനാടും തമ്മിൽ നേരിട്ടൊരു സമീകരണം സാധ്യമല്ലെങ്കിൽ കൂടി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അവതരിപ്പിക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആയിരുന്നു. ആ പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിങ്ങിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ വോട്ട് കൊടുത്തത്. ഭാവി പ്രധാനമന്ത്രി, കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയാൽ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, അങ്ങനെ വയനാട് പ്രധാനമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസിയായി തീരും എന്നതായിരുന്നു വോട്ടർമാർക്ക് ലഭിച്ച ഏറ്റവും വലിയ ആത്മവിശ്വാസം. ആ തരംഗത്തിനോടൊപ്പം ഒരു ചെറിയ തിര പോലെ ശബരിമലയും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് രാഹുൽ ഇഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന 2019 തിരഞ്ഞെടുപ്പിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അത് യഥാർത്ഥത്തിൽ രാഹുലിൻ്റെ മാത്രമല്ല, രാഹുലിൻ്റെയും ശബരിമലയുടെയും ഇഫക്റ്റാണ്. രാഹുൽ പ്ലസ് ശബരിമല ഇഫക്റ്റാണ് നമ്മൾ കാണുന്നത്. എന്നാൽ 2024 ആകുമ്പോഴേക്കോ അമേഠിയിൽ 2019 സംഭവിച്ചതിന് സമാനമല്ലെങ്കിൽ കൂടി ഈ പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നുള്ളത് മാറി ഒപ്പോസിഷൻ ലീഡർ ഇൻ വെയിറ്റിംഗ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പോൾ ഇന്ത്യയിൽ മോദിയോട് എതിരിടാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവിനെ സമ്മാനിക്കണമോ എന്നൊരു ചോദ്യത്തിലേക്ക് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനത് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. 400 സീറ്റുകൾ നരേന്ദ്രമോദിക്ക് കിട്ടിയ അധികാരത്തിൽ വരുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. 30 സീറ്റുകളുടെ സങ്കീർണതയിൽ ഇപ്പോഴും
ഇപ്പോഴും നരേന്ദ്രമോദി കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 270 സീറ്റുകൾ BJPക്ക് കിട്ടിയാൽ തന്നെ ഭാഗ്യമെന്ന ഘട്ടത്തിലേക്കും എത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് 2019 വയനാട്ടിലേക്ക് എത്തുമ്പോഴുള്ള പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇമേജ് ഇപ്പോഴില്ല എന്നത് നമ്മൾ വാസ്തവമാണെന്ന് മനസ്സിലാക്കണം. ഒരു കാര്യം കൂടി ഞാൻ പറയാം സ്മൃതി, നമ്മൾ പാർലമെന്റിലെ കണക്കുകൾ എടുത്ത് പരിശോധിക്കും. പലപ്പോഴും അത് തെറ്റായൊരു സന്ദേശം നൽകുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ആളെയാണോ നിങ്ങൾ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത്? പാർലമെന്റിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ച് മണ്ഡലത്തിലേക്ക് കൂടുതൽ വികസനം കൊണ്ടുവരുന്ന ആളെയാണോ തിരഞ്ഞെടുത്ത് അയക്കേണ്ടത്? ഞാൻ പറയുന്നത് ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരു MP-യുടെ റോൾ എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളായ കോണുകളിലൂടെ നോക്കിക്കാണണം. നിയമനിർമ്മാണത്തിൽ ആ MP ഇടപെട്ടിട്ടുണ്ടോ? ഒരു നിയമനിർമ്മാണം നടക്കുമ്പോൾ രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന നിയമനിർമ്മാണ പ്രക്രിയയിൽ ഒരു വലിയ ശബ്ദമാകാൻ ആ മനുഷ്യന് സാധിച്ചിട്ടുണ്ടോ? ആ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത് കഴിഞ്ഞു മാത്രമേ ഉള്ളൂ. ആ മണ്ഡലത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ടോ? ആ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാലങ്ങൾ പണിയാൻ പോയിട്ടുണ്ടോ? പാലം പണിയുന്നതും ഹൈമാസ്റ്റ് ലൈറ്റ് പണിയുന്നതും ഒരു പാർലമെന്റ് അംഗത്തിന്റെ പണിയല്ല. ആ ജോലി ഇവിടെയുള്ള MLA-മാർക്ക് ഉത്തരവാദിത്വമുണ്ട്, ഒപ്പം മന്ത്രിമാർക്ക് ഉത്തരവാദിത്വമുണ്ട്, പഞ്ചായത്ത് അംഗങ്ങൾക്ക് ജോലിയുണ്ട്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്, നമ്മൾ പോകുമ്പോഴെല്ലാം ചോദിക്കുന്നു എത്ര ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചു. അതല്ല ഒരു പാർലമെന്റ് അംഗത്തിന്റെ ജോലി. തന്നെ ഏൽപ്പിച്ച ജോലി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കണക്കുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇടപെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് കുറവാണ്, 51% ഉള്ളൂ. ഏറ്റവും കുറവ് അറ്റൻഡൻസ് ഉള്ള MP ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും ഒപ്പം കണ്ണൂരിൽ ഇപ്പോൾ മത്സരിക്കുന്ന K. സുധാകരനുമായിരിക്കും. രണ്ടു കാരണങ്ങളാലാണ്. K. സുധാകരൻ KPCC പ്രസിഡന്റ് എന്ന് പറയുമ്പോഴും അദ്ദേഹം കണ്ണൂരിൽ നിന്ന് പോയ MP ആയി തുടരുമ്പോഴും അറ്റൻഡൻസ് കുറയുന്നു, ഇടപെടൽ കുറയുന്നു എന്ന് നമുക്ക് വിമർശനാത്മകമായി പറയാം. പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ നടന്നു. ഇന്ത്യയിൽ മുഴുവൻ രാഷ്ട്രീയ കോൺഗ്രസിന് ഉണർവേകുന്ന തരത്തിൽ സംഘടനാ രാഷ്ട്രീയം കൂടി തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയൊരു നേതാവാണ്. അദ്ദേഹമല്ലേ നരേന്ദ്രമോദിയുടെ എഴുന്നേറ്റ് നിന്ന് അംബാനിയെക്കുറിച്ച് ചോദിച്ചത്? അദ്ദേഹത്തിന്റെ വാക്കുകളല്ലേ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത്? അദ്ദേഹത്തിന്റെ വാക്കുകളല്ലേ ഇന്ത്യ മുഴുവൻ കാതോർത്തിരുന്നത്? അപ്പോൾ ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ പാർലമെന്റിൽ ഏതെങ്കിലും തരത്തിൽ ലാഭമോ 17 കോടിയുടെ വിഹിതമോ ഉറപ്പാക്കുന്ന ഒരു പണിയാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ ഉണ്ടാകണമെന്നില്ല. വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമത്തിന്റെ ഭേദഗതി രാഹുൽ സംസാരിച്ചില്ല എന്നത് പോരായ്മയെ തന്നെ തുടരുന്നു എന്നത് വാസ്തവമാണെന്നിരിക്കലും രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ ഒരു ഇടിമുഴക്കമായി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലുള്ള തന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യം പോലെയല്ല ഒരു പാർലമെന്റ് അംഗത്തിന്റെ സാന്നിധ്യം ആ മണ്ഡലത്തിൽ ഉണ്ടാകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അയാളെ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മുടെ ജനാധിപത്യം പുലരുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനാണ്. ആ ഇടപെടലുകൾ നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അതേസമയം രാഹുൽ ഗാന്ധി 2019 കൊണ്ടുവരുന്ന ഒരു ഇഫക്റ്റോ തരംഗമോ 2024 കൊണ്ടുവരാൻ സാധ്യതയില്ല. ചുരുങ്ങിയത് 6 മണ്ഡലങ്ങളിലെങ്കിലും കോൺഗ്രസ് ഇന്ന് വളരെ ശക്തമായ മത്സരം നേരിടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.